ഈ റോഡ് 700 മീറ്ററാണ്. അപ്പോൾ പൊതുവേ റോഡിലെ കുഴി ഇതൊക്കെ മഴക്കാലത്താണല്ലോ ഏറ്റവും അധികം ചർച്ച ചെയ്യുക. അത് പഞ്ചായത്ത് റോഡാണോ അല്ലെങ്കിൽ ഫിഷറീസ് റോഡാണോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും റോഡാണോ എന്ന് നോക്കാതെ കയറി PWDക്കെതിരെ വാർത്ത കൊടുക്കുന്നതിൽ മുഴുക്ക് കാട്ടുന്നവരാണ് നിങ്ങൾ. ഞാൻ ഇതുവരെ അതിലൊന്നൊരു പ്രതികരണമോ പ്രതിഷേധമോ പറയാൻ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അത് ഞാൻ കൈയടത്തില്ല. ഒരു ദിവസം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് വകുപ്പിൻ്റെ റോഡായാലും റോഡ് നന്നാവണം എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞങ്ങളെ സംബന്ധിച്ച്. ദേശീയപാത ആയിക്കോട്ടെ, ഗ്രാമീണ റോഡായിക്കോട്ടെ, ഏതായാലും നന്നാവണം. ഞാനൊരു പഞ്ചായത്തിലൊരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒരാൾ നിലത്ത് വീണ് കിടന്ന് നോക്കുമ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. കാല് പൊന്തിക്കുമ്പോൾ ഒരു കുഴിയിൽ നിന്ന് ഫോട്ടോ എടുക്കുകയും നോക്കുമ്പോൾ അത് PWD റോഡ് പോലെയല്ല. പിറ്റേന്ന് ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണ് വാർത്ത. ലക്ഷക്കണക്കിന് ആളുകൾ അത് വായിച്ചു കാണും. നമുക്കിപ്പോൾ നിലവിളിച്ച് കരയാൻ പറ്റും, അയ്യോ ഇത് നമ്മുടെ റോഡല്ല. നമ്മൾ ജനങ്ങളിൽ വിശ്വാസം അർപ്പിക്കും. അപ്പോൾ ഇതിപ്പോൾ വേറൊരു വകുപ്പിൻ്റെ റോഡ് ഇവിടുത്തെ MLA ഈ ആശുപത്രി എന്നുള്ള നിലയിലുള്ള സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി റോഡ് PWD ഏറ്റെടുക്കാം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നതിലൊന്നും പൊതുവെ പ്രയാസപ്പെടുന്നവരല്ല നമ്മളാരും. വാർത്തകൾ കൊടുക്കുന്നത് നാടിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് കണക്കാക്കുകയാണ്. എന്നാൽ ബോധപൂർവം ചില മോശമായ കാര്യങ്ങളെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഓരോരുത്തരും സ്വയം പരിശോധിക്കുക എന്ന് മാത്രം. കേരളം ഉണ്ടായതിന് ശേഷം എടുത്ത് പരിശോധിച്ചാൽ മഴക്കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് റോഡിലെ വെള്ളക്കെട്ട്, കുഴി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ. അത് ഏത് മുന്നണി ഭരിക്കുമ്പോഴും ചർച്ച ചെയ്യാറുള്ള കാര്യം. അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് LDF സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുതാര്യത ഉറപ്പുവരുത്താൻ, തെറ്റായ പ്രവണതകൾ ഇല്ലാതിരിക്കാനൊക്കെ തന്നെ വലിയ ശ്രമം ഇതിൻ്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട്. എവിടെയെങ്കിലും പോരായ്മ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിൽ ഈ റണ്ണിംഗ് കോൺട്രാക്ട് സംവിധാനവും DLP സംവിധാനവും വന്നു. പച്ച ബോർഡ്, നീല ബോർഡ് അതിൻ്റെ ഭാഗമായി വന്നു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്നുള്ള ബോർഡിൽ കരാറുകാരൻ്റെ ഫോൺ നമ്പറും പേരുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഫോൺ നമ്പറുണ്ട്, ടോൾ ഫ്രീ നമ്പറുണ്ട്. നിങ്ങൾ ആ റോഡുകളിലൂടെ സഞ്ചരിക്കണം. അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങളത് ചൂണ്ടിക്കാണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 30,000-ഓളം കിലോമീറ്റർ വരുന്ന PWD റോഡുകളിൽ 24,000 കിലോമീറ്ററും ഈ പറഞ്ഞ റോഡുകളാണ്. ഈ റോഡുകൾ പരമാവധി നല്ല നിലയിൽ പോകുന്നുണ്ട്. അത് ഈ സുതാര്യത ഉറപ്പുവരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി എവിടെയെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നീല പച്ച ബോർഡുകൾ വെച്ച കേരളത്തിലെ 24,000 കിലോമീറ്റർ റോഡുകളിലൂടെയും സഞ്ചരിച്ച് ആ പോരായ്മ ചൂണ്ടിക്കാട്ടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഒരു പുതിയ റോഡിൻ്റെ നിർമ്മാണമോ അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ നവീകരണമോ അല്ലെങ്കിൽ ഒരു പാലത്തിൻ്റെ നിർമ്മാണമോ നടക്കുമ്പോൾ സ്വാഭാവികമായും ആ റോഡിന് ചില കുഴപ്പങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പാലത്തിൻ്റെ അടിയിലുള്ള റോഡിന് കുഴപ്പമുണ്ടാകാം. അത് വീഡിയോ എടുത്തുകൊണ്ട് ഇതാ കിട്ടിപ്പോയി എന്ന് പറയുന്നതിന് പകരം ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ഈ ഒരു പദ്ധതി അതിനെന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് ദയവേത് നിങ്ങൾ പരിശോധിക്കണം. അത് നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കൂടി ഒരു സൗകര്യമായിരിക്കും എന്നുള്ളത് അഭ്യർത്ഥിക്കും.